ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവജന ചിന്തയ്ക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം 32 അധ്യായം 31 വാക്യം, അവൻ പെനിയിൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്. യാക്കോബിൻ്റെ ജീവിതത്തിൽ സൂര്യൻ ഉദിക്കുന്ന ഒരു സാഹചര്യം കടന്നു വരുന്നു. 28 അധ്യായത്തിൽ അസ്തമിച്ച സൂര്യൻ 32 അധ്യായത്തിൻ്റെ 31 വാക്യത്തിൽ ഉദിക്കുകയാണ്. ഭവനത്തിനകത്ത് സന്തോഷകരമായി ഒരു നല്ല ജീവിതം നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് തൻ്റെ ജീവിതത്തിൻ്റെ ആ വെളിച്ചമില്ലാതാക്കി ഇരുട്ട് കടന്നു വിടുവാനിടയായി. എന്നാൽ ലൂസ് എന്ന ദേശത്ത് കല്ല് തലയണയായി വെച്ച് കിടന്നുറങ്ങുമ്പോഴും ദൈവം അവനെ കൈവിട്ടില്ല. അപ്പനും അമ്മയും സഹോദരങ്ങളും കൈവിട്ട ഒരു സാഹചര്യമായിരുന്നില്ല, കൈവിടപ്പെട്ടതുപോലെയായിപ്പോയി. അപ്പോഴും ദൈവം അവനെ ചേർത്തു. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും ആരെല്ലാം കൈവിട്ടാലും കൈവിടുന്ന സാഹചര്യങ്ങളുണ്ട് കേട്ടോ. എൻ്റെയും ജീവിതത്തിൽ എൻ്റെ വിശ്വാസ ജീവിതത്തിലൂടെ ഞാൻ കടന്നു വന്നപ്പോൾ എൻ്റെ മാതാവ് സഹോദരങ്ങളെല്ലാവരും എൻ്റെ ബന്ധുക്കളെല്ലാവരും തന്നെ എന്നെ കൈവിട്ടു. ആർക്കും എന്നെ വേണ്ട. അതുകൊണ്ട് ഞാൻ ഒറ്റപ്പെട്ടവനായി മാറുവാനിടയായി. പക്ഷെ ദൈവം എന്നെ കൈവിട്ടില്ല. ദൈവത്തിന് വേണമായിരുന്നു. ദൈവമല്ലേ വിളിച്ച് വേർതിരിച്ചത്. അതുകൊണ്ട് ദൈവത്തിന് വേണമായിരുന്നു. ദൈവം കൈവിടാതെ എന്നെ കാത്തു പരിപാലിച്ചു, സൂക്ഷിച്ചു. ഇതുപോലെ യാക്കോബിനെയും സൂക്ഷിച്ചു. ഉന്നതമായ നിലവാരത്തിൽ എത്തിച്ചേർത്തു അല്ലേ. ഒരു വഴിയോടുകൂടെ പോയവനെ ഒരു കൂട്ടമായി അനുഗ്രഹിച്ചില്ലേ. അതുപോലെ യാക്കോബിൻ്റെ ജീവിതം ധന്യകരമായി തീരുവാനിടയാക്കി തീർത്തെങ്കിൽ പ്രിയരെ, എൻ്റെ ഈ ദൂത് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും അനുഗ്രഹങ്ങളും വിടുതലുകളും കടന്നു വരും. ശോധനകളും വേദനകളും ഒക്കെ ഉണ്ട് കേട്ടോ. മനുഷ്യരെല്ലാവരും കൈവിടുന്ന അനുഭവങ്ങളുണ്ടാകും. നമ്മളെ സഹായിക്കേണ്ടവർ, നമുക്ക് കൈത്താങ്ങൽ തരേണ്ടവർ കൈവിട്ടെന്ന് വരും. പക്ഷേ കൈവിടാത്തൊരു കർത്താവുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെയുണ്ട്, ഭയപ്പെടേണ്ട, ഭ്രമിച്ച് നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാണെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ആ ദൈവം കൂടെയുണ്ട്. ഒന്നുകൊണ്ടും ഭയപ്പെടാതെ, ഭാരപ്പെടാതെ കൃപയിൽ നിന്നാൽ മാത്രം മതി. ആരെല്ലാം ഉപേക്ഷിക്കട്ടെ. നമ്മളെ സഹായിക്കേണ്ടവർ, നമ്മളെ ചേർത്ത് നിർത്തേണ്ടവരൊക്കെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്തവനായ യേശു കൂടെയുണ്ട്. ആ വലിയ വിശ്വാസത്തോടെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തി മുന്നോട്ട് പോകാം. ദൈവം ഈ വചനങ്ങളാൽ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.